നമസ്തേ, ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സോറിയാസിസിനെ കുറിച്ചാണ്. എൻ്റെ പേര് അശ്വതി, അസോസിയേറ്റ് കൺസൾട്ടൻറ്റ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡെർമറ്റോളജി, അപ്പോളോ അറ്റ്ലസ് ഹോസ്പിറ്റൽ, കറുകുറ്റി. സോറിയാസിസ് എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അതായത് നമ്മുടെ പ്രതിരോധ ശക്തി ഓവർ ആക്റ്റീവ് ആകുമ്പോൾ വരുന്ന ഒരു അസുഖമാണ്. സ്കിൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ ലെയേഴ്സ് ഉണ്ട്. അതിലെ അവസാനത്തെ ലെയർ ഇങ്ങനെ ടേൺ ഓവർ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് യൂഷ്വലി ഒരു 30 days എടുക്കും. പക്ഷേ സോറിയാസിസിൽ ഇമ്മ്യൂണിറ്റി ഓവർ ആക്റ്റീവ് ആയതുകൊണ്ട് ഇതൊരു 5 to 7 days തന്നെ സംഭവിക്കും. അപ്പോൾ ഇങ്ങനെ ഇമ്മെച്യൂർ സെൽ അക്യുമുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ചുവന്ന തടിച്ച പാടുകൾ കാണാൻ പറ്റും. ഇത് യൂഷ്വലി ഉണ്ടാവുന്നത് നമ്മുടെ എൽബോസ്, നീസ്, ലോവർ ബാക്ക്, സ്കാൽപ്പിലൊക്കെയാണ്. സ്കാൽപ്പിൽ വരുമ്പോൾ പല ആൾക്കാർ ഇത് ഡാൻഡ്രഫ് ആണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. പിന്നെ ചിലപ്പോൾ നെയിൽസിൽ മാത്രമായി വരും. അപ്പോൾ പിറ്റിംഗ്, നെയിൽ കളർ ചേഞ്ചസ്, നെയിൽ തിക്ക് ആവാനും ചാൻസസ് ഉണ്ട്. സോറിയാസിസ് സ്കിന്നിനെ മാത്രമല്ല എഫക്റ്റ് ചെയ്യണേ, വേറെ ഓർഗൻസിനെ എഫക്റ്റ് ചെയ്യും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോയിൻറ്റ് ഇൻവോൾവ്മെൻ്റ് ആണ്. ജോയിൻറ്റിനെ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ജോയിൻറ്റ്സ് സ്വെല്ലൻ ആവും, റെഡ്നെസ് ഉണ്ടാവും, അവിടെ പെയിനും സംഭവിക്കാം. പല ആൾക്കാർ ചോദിക്കാറുണ്ട് ആർക്കാണ് സോറിയാസിസ് വരാൻ ചാൻസ് ഉള്ളതെന്ന്. ജനറ്റിക്കലി പ്രീഡിസ്പോസ് ഇൻഡിവിജ്വൽസിന് ചില ട്രിഗേഴ്സ് കാരണമാണ് സോറിയാസിസ് വരാം. ഇപ്പോൾ നമുക്ക് പേരൻസ് ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ സോറിയാസിസ് വരാൻ ചാൻസ് ഉണ്ടോ? 2 പേരൻസിന് സോറിയാസിസ് ഇല്ലെങ്കിലും നമുക്ക് വരാനുള്ള ചാൻസ് 4% ആണ്. ഒരു പേരൻറ്റ് ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ 28%, 2 പേരൻസ് ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ 65% ചാൻസ് ഉണ്ട് സോറിയാസിസ് വരാനായിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് ട്രിഗർ സോറിയാസിസ് വരാനായിട്ടുള്ളത്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇൻഫെക്ഷൻ ആണ്, എസ്പെഷ്യലി സ്ട്രെപ്റ്റോകോക്കൽ ത്രോട്ട് ഇൻഫെക്ഷൻ. അപ്പോൾ ത്രോട്ട് ഇൻഫെക്ഷൻ ഒരു ട്രിഗർ ആവാം സോറിയാസിസ് വരാനായിട്ട്. പിന്നെ ഉള്ളതാണ് സ്ട്രെസ്. അത് നമുക്ക് എസ്പെഷ്യലി ഇമോഷണൽ സ്ട്രെസ് ഒക്കെ വരുമ്പോൾ ഒരു സോറിയാസിസ് ഒരു ട്രിഗർ ആയിട്ട് വരാൻ പറ്റും. പിന്നെ അതുകൂടാതെ ആൽക്കഹോൾ കൺസപ്ഷൻ, സ്മോക്കിംഗ് കാരണം സോറിയാസിസ് വരും. ചില മെഡിസിൻസ് എടുത്തു കഴിഞ്ഞാൽ സോറിയാസിസ് വരും, എസ്പെഷ്യലി സൈക്യാട്രിക് മെഡിസിൻ, ബീറ്റ ബ്ലോക്കർ, ലിത്തിയം, പെയിൻ കില്ലേഴ്സൊക്കെ സോറിയാസിസ് വരാനൊരു ട്രിഗറാണ്. പിന്നെ ചിലപ്പോൾ ട്രോമ കാരണം, അതായത് നമുക്കൊരു മുറിവ് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു സോറിയാസിസ് ഉള്ള ആൾക്ക് ആ മുറിവുള്ള ഭാഗത്തെല്ലാം സോറിയാറ്റിക് ലീഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഉള്ളതാണ് ക്ലൈമറ്റ് ചേഞ്ച്. ഇപ്പോൾ തണുപ്പ് കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്ലൈമറ്റിന് വേറെ ഒരു ക്ലൈമറ്റ് ചേഞ്ചസ് വരുമ്പോൾ സോറിയാസിസ് വരാൻ ചാൻസ് ഉണ്ട്. ഇത് കൂടാതെ ഒബീസിറ്റി ഒരു ട്രിഗറാണ്. കാരണം ഒബീസ് ആകുമ്പോൾ ബോഡിയിലുള്ള ഇൻഫ്ലമേഷൻ കൂടും, അത് കാരണം സോറിയാസിസ് വരാം. ചില ഫുഡ് ഐറ്റംസ് ട്രിഗർ ഉണ്ട്, സോറിയാസിസ് ഉണ്ടാക്കാനുള്ള ട്രിഗറാണ്. അപ്പോൾ ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്? നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് 4 കാറ്റഗറി ഓഫ് ഫുഡ് ഐറ്റം, എസ്പെഷ്യലി ഗ്ലൂട്ടൻ, ഡയറി പ്രൊഡക്ട്സ്, റെഡ് മീറ്റ് ആൻഡ് നൈറ്റ് ഷെയ്ഡ് വെജിറ്റബിൾസ്. ഇതൊക്കെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ സോറിയാസിസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് മെഡിസിൻ മാത്രമല്ല, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. മെഡിസിൻ നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പല കാര്യങ്ങളും നോക്കും. എത്രത്തോളം ഇൻവോൾവ് ആണ് ബോഡി സർഫസ് ഏരിയ, അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറേ സ്കോറിംഗ് ഉണ്ട്, പാസി സ്കോറിംഗ്. അതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ വളരെ കുറച്ചാണ് ഇൻവോൾവ് ആയിട്ടുള്ള ബോഡി ഇൻവോൾവ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ക്രീംസ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യും. കൂടുതലാണെങ്കിൽ ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യും, എസ്പെഷ്യലി ഇമ്മ്യൂണോ സപ്രസീവ് ഡ്രഗ്സ്. അത് മെത്തോട്രീസേറ്റ്, സൈക്ലോസ്പോറിൻ, അസിട്രെറ്റിൻ, അങ്ങനെ പല മെഡിസിൻസും ഉണ്ട് നമുക്ക് സോറിയാസിസിന്. റീസെൻ്റ്ലി കുറേ ബയോളജിക്കൽ ഇഞ്ചക്ഷൻസും വളരെ എഫക്റ്റീവാണ് സോറിയാസിസിന്. ഇതൊക്കെ എടുത്താൽ കൂടിയും നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെസ് മാനേജ്മെൻറ്റ്, വെയ്റ്റ് ലോസ്, എക്സസൈസ്, യോഗ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോറിയാസിസ് മാനേജ് ചെയ്യാനായിട്ട്.